നമസ്കാരം. സർ സിപിയെ പോലും ലജ്ജിപ്പിക്കുന്ന കിരാത നടപടിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നാടകീയമായ അറസ്റ്റെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP പറഞ്ഞു. സ്തുതിപാഠകരാൽ ചുറ്റപ്പെട്ട മുഖ്യമന്ത്രി സമനില തെറ്റിയതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. രാഹുലിനെ കരിച്ചു കളയാമെന്ന് പിണറായി വിജയൻ കരുതുന്നുണ്ടെങ്കിൽ ആ പരിപ്പ് ഇവിടെ വേഗില്ല എന്ന് കെ സുധാകരൻ പറഞ്ഞു. ഇതിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും സുധാകരൻ മുന്നറിയിപ്പ് നൽകി. പോലീസ് മർദ്ദനമേറ്റ രാഹുലിനെ ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞു വന്നയുടനെയാണ് അപ്രതീക്ഷിതമായി അറസ്റ്റ് ചെയ്തത്. ഭീകരരോട് പോലും ഇങ്ങനെ ചെയ്യില്ല. ക്രിമിനൽ കേസിലെ പ്രതികളെ പിടികൂടുന്നത് പോലെ വീട് കയറി വളഞ്ഞിട്ട് പിടികൂടേണ്ട ഒരു സാഹചര്യവുമില്ല. സംസ്ഥാനത്തെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനമായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന പൊതുപ്രവർത്തകനാണ്. നോട്ടീസ് അയച്ചു വിളിച്ചാൽ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നയാളാണ് അദ്ദേഹമെന്നും കെ സുധാകരൻ പറഞ്ഞു. CPM-ഉം പോലീസും ചേർന്നുള്ള വ്യക്തമായ ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. നവകേരള സദസ്സിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചെടിച്ചട്ടിയും ഇരുമ്പുവടിയും കൊണ്ട് ആക്രമിച്ച DYFI CPM ക്രിമിനലുകളും കുറുവടി ഉപയോഗിച്ച് പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും KPCC ഭാരവാഹിയുടെ വീടാക്രമിച്ച ക്രിമിനലുകളും സ്വൈര്യവിഹാരം നടത്തുമ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിമർശിക്കുന്നവരെ നിശബ്ദമാക്കാമെന്നാണ് ഫാസിസ്റ്റ് ഭരണാധികാരി കരുതുന്നതെന്നും സുധാകരൻ ചൂണ്ടിക്കാട്ടി. പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളോടും നടപടികളോടും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവരെ അടിച്ചമർത്തുന്ന ഫാസിസ്റ്റ് ശൈലിയുടെ തുടർച്ചയാണ് രാഹുലിന്റെ അറസ്റ്റെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പ്രതികരിച്ചു. കമ്മ്യൂണിസം കൈവിട്ട പിണറായി ഹിറ്റ്ലറിസത്തിന്റെ ഉപാസകനായി മാറിയിരിക്കുന്നുവെന്ന് ഇത്തരം നടപടികളിലൂടെ ആവർത്തിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തൻ്റെ അനുചരന്മാരെയും പോലീസിനെയും ഉപയോഗിച്ച് രാഷ്ട്രീയമായി എതിർപക്ഷത്തുള്ളവർക്കെതിരെ കള്ളക്കേസുകൾ എടുത്തും കൊടിയ മർദ്ദനങ്ങൾ അഴിച്ചുവിട്ടും പിണറായിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഭരണകൂട ഭീകരത രാഷ്ട്രീയ കേരളത്തിന് തീരാ കളങ്കമാണെന്നും VM സുധീരൻ പ്രതികരിച്ചു. ഇന്ന് പുലർച്ചെ പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ വെച്ചാണ് രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. കന്റോൺമെന്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട അക്രമ കേസിലാണ് അറസ്റ്റ് എന്ന് പോലീസ് പറഞ്ഞു. പുലർച്ചെ വീട്ടിൽ കയറിയുള്ള പോലീസ് നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. വീട് മൊത്തം പോലീസ് വളയുകയായിരുന്നുവെന്നും ഭീകരവാദിയെ പിടിക്കുന്നത് പോലെയുള്ള നീക്കമാണ് നടന്നതെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. സംസ്ഥാനത്ത് വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ആരംഭിച്ചിരിക്കുകയാണ്. പത്തനംതിട്ടയിലും മലപ്പുറത്തും കൊല്ലത്തും പാലക്കാട്ടും തൃശൂരിലും കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. പത്തനംതിട്ട അടൂരിൽ ആന്റണി MP അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീട് കയറി അറസ്റ്റ് ചെയ്ത പോലീസ് നടപടിക്കെതിരെ സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. കന്റോൺമെന്റ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോൾ തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. പോലീസ് വാഹനം തടഞ്ഞ പ്രവർത്തകരെ ബലം പ്രയോഗിച്ചാണ് നീക്കിയത്. രാഹുലിനെ വഞ്ചിയൂർ കോടതിയിൽ ഹാജരാക്കി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷയിൽ ഉച്ചയ്ക്ക് ശേഷം കോടതി വിധി പറയും.